ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇടിമുട്ട കൊണ്ട് കറി വെക്കുന്നതാണ്. ഇടിമുട്ട നമ്മൾ കണ്ടിട്ടുണ്ട്, അതിൻ്റെ മുമ്പത്തെ ഒരു വീഡിയോയിലൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറി എങ്ങനെ ഉണ്ടാക്കാനാണ് നോക്കുന്നത്. ഞാൻ 5 മുട്ട എടുത്തിട്ടുണ്ട്, 2 ഇഡ്ഡലി തട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് വെളിച്ചെണ്ണയൊക്കെ പുരട്ടി മുട്ട ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുട്ടയിൽ ബാക്കി വന്ന മുട്ടയുടെ മഞ്ഞ ഇല്ലാത്തത് ഒരു മുട്ടയാണ് കേട്ടോ. ഒരു മുട്ടയുടെ ബാക്കി വന്നതാണ് ആ മഞ്ഞയില്ലാതിരിക്കുന്നത്. പിന്നെ നമുക്കത് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഉപ്പും കുരുമുളക് പൊടി ഓരോന്നിൽ ഞാൻ വിതറി വെച്ചിട്ടുണ്ട്. ശേഷം നമുക്ക് കറിക്ക് വേണ്ട സാധനങ്ങളാണ് കാണിക്കുന്നത്. തക്കാളി അരച്ചത്, 1 തേങ്ങാപ്പാൽ, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്തിരി ഇറച്ചി മസാല, സവാള, പിന്നെ നമ്മൾ നേരത്തെ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് മുട്ട വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നല്ലോ അത്. ശേഷം നമുക്ക് ആ ചട്ടി ഒന്ന് ചൂടാക്കിയിട്ട് ശേഷം ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് അതിനകത്തേക്ക് ഇടാം. അതിനുശേഷം സവാള ഇട്ടിട്ട് ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് പെട്ടെന്ന് വഴലാൻ വേണ്ടിയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടികളുണ്ടല്ലോ, അതൊക്കെ നമുക്ക് അതിനകത്ത് ഇടാം. കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇടുന്നുണ്ട്. ശേഷം അതിങ്ങനെ വരും. അപ്പോൾ ഇത് കരിയാൻ പോകുന്നൊരു ഭാഗമാണ്. ആ സമയത്ത് നമുക്ക് ഇത്തിരി തക്കാളി അരച്ച് വെച്ചത് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. കുറേ ഗ്രേവി വേണ്ട കേട്ടോ, കുറച്ച് തിക്ക് ഗ്രേവി ആയിരിക്കണം ഇത്. പിന്നെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം വന്നതിന് ശേഷം നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഓരോ മുട്ടകൾ, ഇടിമുട്ടകൾ നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് ഇട്ടിട്ടുണ്ട്. അതുപോലെ ഞാനിപ്പോൾ 5 മുട്ടയിൽ നിന്ന് 9 ഇടിമുട്ട ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 9 ഞാനിതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. പ്രത്യേകിച്ച് വേവാനൊന്നുമില്ല, കറി നല്ലോണം തിളച്ചാണ്, മുട്ട ഓൾറെഡി വെന്തതാണ്. എല്ലാം ഒന്ന് പിടിക്കാവുന്ന പാകത്തിൽ കുറച്ച് നേരം ഒന്ന് വേവിക്കാം. വേവിച്ചതിന് ശേഷം നമുക്കിനി മെയിനായിട്ടുള്ളത് നമ്മുടെ ഒന്നാം പാൽ നല്ല കട്ടിപ്പാലാണല്ലോ, ആ കട്ടിപ്പാൽ നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാവാൻ പാകത്തിനൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ നമുക്കതൊന്ന് ഓഫാക്കി മാറ്റി വെക്കാം. ശേഷം ചട്ടിയിൽ ഞാൻ ഇത്തിരി വെളിച്ചെണ്ണയിൽ ചെറിയുള്ളി, കറിവേപ്പിലയും കൂടി വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതൊന്ന് വറുത്തെടുത്തതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് തട്ടി കൊടുക്കും. കറി കണ്ടോ, കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് അത് കുറുകി വന്നോളും. കണ്ടില്ലേ, പത്തിരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിനോടൊക്കെ പറ്റിയ കോമ്പിനേഷനാണ് കേട്ടോ.